ഏതാണ്ട് ഒരു 10 കൊല്ലൊന്നും ആവണ്ട, ഒരു 2-3 വർഷം കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്ന പണം കയ്യിൽ കിട്ടിയില്ലെങ്കിൽ അപ്പൊ ബാപ്പാനെയും ഉമ്മാനെയും പിടിച്ചിട്ടാ വല്ലതും ചെയ്യേണ്ടിയെന്ന് വെച്ചാൽ അതും ചെയ്യും. എന്തെല്ലാം നാം കേട്ടുകൊണ്ടിരിക്കുന്നത്, എന്തെല്ലാം വൃത്തികേടുകളാണ് നാം വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ നമ്മൾ ചിന്തിച്ചാൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിന്റെ പുലർച്ച നമ്മൾ നാമായി നിൽക്കുന്ന ആ അവസ്ഥ നമ്മിൽ നിന്ന് പോയത് തന്നെ. നമ്മൾ വിശ്വാസത്തിന്റെ പേരിൽ ഉണ്ടാകേണ്ട സദ്ഗുണങ്ങൾ നമ്മുടെ യാതൊരു വിധത്തിലും തെളിഞ്ഞു കാണാത്ത വിധം നമ്മൾ നികിഷ്ടരും മോശക്കാരുമായതു തന്നെ വിശേഷം. ഇതുമായി ബന്ധപ്പെട്ടുള്ള അള്ളാഹുവിന്റെ പരീക്ഷണത്തിനാൽ നമ്മൾ ഒരുപാട് വിഷമിക്കുന്നു. ആ വിഷമങ്ങളുടെ പുലർച്ചയാണ്. ഞാൻ അങ്ങനെ പരത്തി പറഞ്ഞ് ആ വിഷയങ്ങളിലേക്കൊക്കെ പോയി നിങ്ങളുടെ സമയം കവർന്നെടുക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്തുക്കളിൽ മഹത്തുക്കളായ ഔലിയാക്കളെ കൊണ്ടാണ് യഥാർത്ഥത്തിൽ എന്നും നമ്മുടെ ദീൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ശരിക്കൊരു ബോധീകരണ ക്ലാസ്, ആ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് സമുദായത്തിന്റെ മക്കളെ ചെറുപ്പക്കാരെ ഒന്ന് കിട്ടണമെങ്കിൽ ഏതെങ്കിലും ഒരു വലിയന്റെ പേരിൽ വല്ല നേർച്ചയും വെച്ചിട്ടോ വല്ല തബറുക്കും കൊടുത്തിട്ടോ വല്ല സർവത്തും കൊടുത്തിട്ടോ വല്ല കഞ്ഞി വെച്ചു കൊടുത്തിട്ടോ കൂട്ടിയെങ്കിൽ തന്നെ കൂടുള്ളൂ. ഇത് വിശ്വാസം കൊണ്ടല്ല, കുറെ പേടി കൊണ്ടാണ്. പേടി വിശ്വാസമല്ല, വിശ്വാസത്തിലപ്പുറം പേടി. ഞാൻ വിശ്വാസികളെ ചെറുതായി കാണുകയല്ല. അവിടെ വേദന, ആ വേദനക്ക് ഇവിടെ കഞ്ഞിണ്ടോന്ന് അറിയുമ്പോ ആ കഞ്ഞിക്ക് വരിക. ആ വേദനക്ക് ദിക്റുണ്ട് എന്ന് പറഞ്ഞാലോ, ദിക്റുണ്ട് എന്ന് പറഞ്ഞാല് കിട്ടൂല, ചൊല്ലാൻ കിട്ടൂല. ദിക്റുണ്ട് എന്ന് പറഞ്ഞാൽ കിട്ടൂല. നമ്മുടെ ഭൗതികമായ ആവശ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഭൗതികമായ ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടിയിട്ടുള്ള ചെറിയ മാർഗങ്ങൾ, നല്ല നല്ല മാർഗങ്ങൾ, ചെറിയ ചെറിയ മാർഗങ്ങൾ, ചീപ്പ് മാർഗങ്ങൾ, ഈ ജാതി മാർഗം കേൾക്കുമ്പോ ആ മാർഗത്തിന്റെ പിന്നിൽ നമ്മളുണ്ട്. അതിന്റെ പേരിലാണ് നമ്മൾ ഇത്തരം സാഹചര്യങ്ങളിൽ ഒത്തുകൂടുന്നത്. അല്ലാത്തൊരു വഴന്നാണെങ്കിലോ ആ വഴന്നിന് കൂടണമെങ്കിൽ ഇനി അതും ഒരു ആരവമായിട്ട് ഒരാഘോഷമായിട്ട് കൊണ്ടാടപ്പെടുന്ന വല്ല വഴതുമാണ്. അല്ലെങ്കിൽ ആരും കിട്ടൂല, ഒരാളും കിട്ടൂല. 1, 2, 3 ആൾക്കാർ ഓരോരോ കാലത്ത് കേരളത്തിൽ ഇങ്ങനെ വരുമല്ലോ പ്രാസംഗികന്മാര്. അല്ലാഹു അങ്ങനെയെങ്കിലും ഈ സമുദായത്തെ നിലനിർത്തുകയാണ്. നമ്മളെ പള്ളിക്ക് വേണ്ടി, നമ്മളെ മദ്രസകൾക്ക് വേണ്ടി വഴന്ന പേരിൽ വല്ലതും നടക്കണമെങ്കിൽ അതിനൊക്കെ അല്ലാഹു തആല ഓരോരുത്തരും ഓരോ കാലത്ത് ഇങ്ങനെ ഇറക്കുകയാണ്. ആ ഇറക്കുന്ന ആൾക്കാരിന് വല്ല നിൽക്കേണ്ട ചെറുപ്പക്കാർ ഒന്നിച്ചുകൊണ്ട് ഒഴുകിയല്ലേ, ഒരുത്തരം ഒരു ഒഴുക്ക്. ആ ഒഴുക്കൊക്കെ ആണെങ്കിൽ കൊള്ളാം. ഭക്തിയല്ല, ഈമാനല്ല, ഈമാനും ഭക്തിയുമായി ബന്ധപ്പെട്ടല്ല നമുക്ക് ഈ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതൊന്നും. ഇത്തരം സദസ്സുകളിൽ കൂടുന്നതും അങ്ങനെ തന്നെ നമ്മുടെ ഭൗതികമായ ആവശ്യങ്ങൾക്ക്, നമ്മുടെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി. ദുന്യയുടെ ഭാഗം തന്നെ അധികവും നമ്മൾ ചിന്തിക്കലേ. മരണത്തോടുള്ള വെറുപ്പ്, മരിച്ചൂടാ, സ്വക്കേടുകളൊക്കെ ഭേദപ്പെടണം എന്ന ചിന്ത ഇതിനെ ഇവിടെയും കാണാം. ഈ അർത്ഥത്തിൽ നമ്മളിങ്ങനെ ഒത്തുകൂടി പോകുന്ന ഈ രൂപത്തിലുള്ള സഞ്ചാരത്തിനിടയിൽ നമ്മൾ ആലോചിക്കണം, മുൻഗാമികൾ എങ്ങനെ പോകുന്നു, മുൻഗാമികൾ എങ്ങനെ പോയി, മുൻഗാമികൾ എങ്ങനെ എങ്ങോട്ട് പോകുന്നു, അവിടേക്ക് തന്നെ നമ്മൾ പോകുന്നത്. നമുക്കും ആഗ്രഹം അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ അൻസാരികളോട് പറഞ്ഞ അൽ ജന്ന, സ്വർഗം. വിശ്വാസമുള്ളവർക്കൊക്കെയുണ്ട് അൽ ജന്ന, സ്വർഗം എന്ന് പറയുമ്പോൾ പ്രത്യേകമായ ആവേശം. അല്ലാഹു നമ്മുടെ ആവേശം